നരേന്ദ്രമോദി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വഴിപാട് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്. അഭീഷ്ടസിദ്ധി പൂജാന്ന് അനിഴ നക്ഷത്രം വരാമൂർത്തി മോദിയുടെ പെരുന്തച്ഛനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതിട്ടുള്ളത് എന്നാണ് വിശ്വാസം. ഉള്ളില് വരാഹമൂർത്തിയുടെ കൂടെ ലക്ഷ്മീനാരായണൻ അതുപോലെ ഉപദേവന്മാരായിട്ട് ഗണപതിയും കുണ്ടിൽ വരാഹുവാണ് ഉള്ളത്. ഭഗവാന്റെ തൊട്ടടുത്ത് ഭൂമിദേവിയാണല്ലോ പ്രതിഷ്ഠ. ഭഗവാൻ ആ ഭൂമിദേവീനെ ആശ്ലേഷിച്ചുകൊണ്ട് തൻ്റെ തുടയിലാണ് ഇരുത്തിയിരുന്നത്, ഇടത്തെ തുടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഭൂമി പൂജയ്ക്ക് ഇവിടെ വളരെ പ്രാധാന്യമുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് വന്നൊരു ടീം കുറേ കാലങ്ങളായിട്ട് കോർട്ടിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അനുകൂലം വഴി വന്നിരുന്നില്ല. അവരിവിടെ വന്ന് ആ പൂജയൊക്കെ കഴിച്ചു പോയി 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അവർ ആ വിധി അവർക്ക് അനുകൂലമായി വന്നു. അങ്ങനെ കുറേ ആൾക്കാർ ഇതേമാതിരി വരുന്നവരുണ്ട്. അവർ വന്നിട്ട് അനുഭവങ്ങൾ ധാരാളം. സുരേഷ് ഗോപി അദ്ദേഹം പലവട്ടം ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളും വരാഹമൂർത്തിയുടെ ശ്രീകോവിൽ ഉൾപ്പെടെ പലതും അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. വിദേശി ബ്രാഹ്മിൻസ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ തേജസ് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കുറച്ച് ആൾക്കാരെ കൂടി ഈ ദുഷ്കർമ്മങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ അത് സഹിച്ചില്ല അവരെ ഈ ദുഷ്കർമ്മങ്ങളിൽ കണ്ടപ്പോൾ. അപ്പോൾ തൽക്കാലം ഭഗവാന് ദേഷ്യം സഹിച്ചു വയ്യാതെ അങ്ങനെ ഒന്ന് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പാലെടുത്ത് വെച്ച സ്ഥലമാണ് ഈ കുണ്ടിൽ വരാൻ. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് പാലക്കാട് ജില്ലയിലെ പന്നിയൂർ. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം. ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വരാഹമൂർത്തി ഭൂമിദേവി സമേതനായിട്ട് വരാഹമൂർത്തിയുടെ ഇടത് തുടയിൽ ഭൂമിദേവി ഇരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വരാഹമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ടായിട്ട് ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ വിശ്വാസം അതാണ്. കോഴിക്കോട് സാമൂതിരി രാജയുടെ ഊരാളൻഷിപ്പിലുള്ളതാണ് ഈ ക്ഷേത്രം. ദൈനംദിന കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം വെച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അത് നടപ്പിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് പറയിപ്പറ്റ പന്തിരകുലത്തിലെ പെരുന്തച്ഛനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതിട്ടുള്ളത് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പണി മുഴുമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരിതും, കുറേ കാലങ്ങളായിട്ട് പണി തീരാത്ത ഒരു ക്ഷേത്രം എന്നുള്ളൊരു ചെറിയ ഇതും കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടുത്തെ കമ്മിറ്റി, നല്ലൊരു കമ്മിറ്റി ആയിരുന്നു, ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നത്. കുണ്ടിൽ വരാഹത്തിൻ്റെയും അതുപോലെ ലക്ഷ്മീനാരായണൻ്റെയൊക്കെ ക്ഷേത്രം ഇപ്പോൾ അടുത്ത കാലത്താണ് ക്ഷേത്രമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഉള്ളിൽ വരാഹമൂർത്തിയുടെ കൂടെ ലക്ഷ്മീനാരായണൻ അതുപോലെ ഉപദേവന്മാരായിട്ട് ഗണപതിയും കുണ്ടിൽ വരാഹുവാണ് ഉള്ളത്. അതുപോലെ തന്നെ വരാഹമൂർത്തിയുടെ ഏകദേശം തുല്യ പ്രാധാന്യം തന്നെ പറയുന്നതാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. ശിവക്ഷേത്രത്തിൽ ഗണപതിയും തൊട്ടിപ്പുറത്ത് ഭഗവതിയും ഉണ്ട് പ്രധാന ദേവന്മാരായിട്ട്. ശിവക്ഷേത്രത്തിലെ ഗണപതിയും അയ്യപ്പൻ അതുപോലെ സുബ്രഹ്മണ്യൻ ഇവർ ഉപദേവന്മാരുമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ഉത്സവം വരാഹ ജയന്തി ആണ് വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം. പിന്നെ ശിവക്ഷേത്രത്തിൽ വരാഹത്തിൻ്റെ അവിടെ പ്രതിഷ്ഠാ ദിനവും ഒക്കെയാണ്. സപ്താഹവും വരാഹ ജയന്തിയും ഒരുമിച്ച് 8 ദിവസം ഒരുമിച്ചായിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന കാര്യങ്ങൾ. ഇവിടെ പല പ്രമുഖ വ്യക്തികളും വരലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഇവിടുത്തെ പുനരുദ്ധാരണവുമായിട്ട് വളരെയധികം സഹകരിച്ചിട്ടുള്ള പ്രമുഖ സിനിമാ നിർമ്മാതാവായിട്ടുള്ള സുരേഷ് ഗോപി. അദ്ദേഹം പലവട്ടം ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളും വരാഹമൂർത്തിയുടെ ശ്രീകോവിൽ ഉൾപ്പെടെ പലതും അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഭാമ ഇവിടെ വന്നിട്ടുള്ള ഒരു നടിയാണ്, സെലിബ്രിറ്റിയാണ്. പിന്നെ രാഷ്ട്രീയ നേതാക്കൾ വേറെയും വരലുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല അതുപോലെയുള്ള പല വ്യക്തികളും ഇവിടെ വരലുണ്ട്. പിന്നെ ഇവിടെ ഒരു വരാഹകീർത്തി പുരസ്കാരം സമർപ്പണം നടത്തലുണ്ട്. എല്ലാ വർഷവും വരാഹ ജയന്തിയോടനുബന്ധിച്ചാണ് അത് നടത്തൽ. അപ്പോൾ ഇതുപോലെ ഓരോ പ്രമുഖ വ്യക്തികൾക്കാണിത് കൊടുക്കൽ.
പിന്നെ ഒരു കാലത്ത് ഇത് ആകെ വല്ലാതെ രൂപത്തിലുള്ള പ്രവൃത്തികളൊന്നും ഇല്ലാതെ കിടന്നിട്ട് ട്രസ്റ്റിയിൽ നിന്ന് സമ്മതം വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ ഒരു കമ്മിറ്റി അത് ഏറ്റെടുത്തിരുന്നു. ഒരു പ്രമുഖ ഫാമിലിയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. ആനക്കര ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വടക്കത്തെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ പേരുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ മെമ്പർമാരുൾപ്പെടെ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രമുഖ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിരുന്നു. അവരാണ് ഒരു കാലത്ത് നടത്തിയിരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം അവർക്കത് ബുദ്ധിമുട്ടുകൾ വന്നതോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ എന്തോ ആണ് അവരത് തിരിച്ച് പഴയ ട്രസ്റ്റി ആയിട്ടുള്ള സാമൂതിരിക്കന്നെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമസ്തേ. നമസ്തേ. നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളിൽ തന്നെ വരാഹമൂർത്തിയുടെ ഇടത്തെ തുടയിൽ ഭൂമിദേവി ഇരിക്കുന്നതായിട്ടാണ്. ആ ഒരു വിഗ്രഹത്തിന്റെ തന്നെ പ്രത്യേകത എന്താ? എന്താണ്, ഒരേ ശിലയിലാണ് ഇതിലുള്ളത്. ഭൂമിദേവി സമേതനായിട്ടുള്ള, ഭൂമിദേവിനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് മടിയിലിരുത്തിയുള്ള ആ ഭൂമിദേവി സമേതനായിട്ടുള്ള ഒരു ശിലയിലുള്ള പ്രതിഷ്ഠയാണ് വരാഹമൂർത്തി ഭൂമിദേവി പ്രതിഷ്ഠ. അതൊരു ശിലയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഭൂമിദേവി സമേതനായിട്ടുള്ള പ്രതിഷ്ഠ വേറെ കേരളത്തിലെവിടെയും അങ്ങനെ അറിവിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഭൂമിദേവി സമേതനായിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ലക്ഷ്മി വരാഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്രയ്ക്കും പഴക്കവും ഇത്രയും ഭൂമിദേവി സമേതനായിട്ടുള്ള പ്രതിഷ്ഠയായിട്ടുള്ള വിഗ്രഹം വേറെ എവിടെയും ഉണ്ടെന്ന് ഞാൻ എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല. പിന്നെ അനദർ സ്റ്റേറ്റുകൾ ഉണ്ടാവാതിരിക്കാം, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഇതാണുള്ളൂ. ഇപ്പോൾ ആദ്യകാല ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് അറിഞ്ഞു. എത്രത്തോളം പഴക്കമുണ്ട്? ഇതിനൊരു 4000-ഓളം കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. എപ്പോൾ കേട്ടോ 4000-ഓളം കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ചരിത്രത്തിൽ നിന്നുള്ള ഓരോ കഥകളിൽ നിന്നുള്ള ഇതാണ് കിട്ടുന്നത്. ഇങ്ങനെ 40 അടിയിൽ തപസ്സിരുന്ന അദ്ദേഹം ശിവനെ പ്രത്യക്ഷമാക്കി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള ഇതാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഓരോ കഥകൾ ഇതിനെ ചരിത്രങ്ങളൊക്കെ അറിയാം. പിന്നെ ഭൂമി പൂജയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂജ, ഫസ്റ്റ് ഇവിടെ തുടങ്ങിയ നമുക്കുള്ള പൂജ അഭീഷ്ട സിദ്ധി പൂജയാണ്. കാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് വരാഹമൂർത്തിയുടെ അഭീഷ്ടസിദ്ധി പൂജ കഴിക്കുന്നതിൽ. പിന്നെ വിദ്യാകാരകനും കൂടിയാണെന്നാണ് പറയുന്നത് വരാഹമൂർത്തി. അപ്പോൾ വിദ്യയ്ക്കും എല്ലാം പ്രാധാന്യമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറഞ്ഞാൽ അഭീഷ്ടസിദ്ധി പൂജ. പിന്നെ ഒന്നുള്ളത് ഐശ്വര്യ പൂജയാണ്. അത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ നമ്മളെ പിറന്നാളിൻ്റെ അന്ന് ചെയ്യുന്ന പൂജയാണത്. അതാണ് ഐശ്വര്യ പൂജ എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ലൈഫ് ടൈം ആയിട്ട് ചെയ്യുന്ന പൂജയാണ്. ഒരു പ്രാവശ്യം നമ്മൾ റിപ്പീറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതകാലം മുഴുവൻ ആജീവനാന്തായി ആ പൂജ നടത്തിക്കൊണ്ട് പോകും. എന്ന് വെച്ചാൽ എന്നും എല്ലാ വർഷത്തിലും ഒരിക്കലും പിറന്നാളിൻ്റെ അന്ന് ഈ പൂജ കഴിച്ച് ഇതിൻ്റെ പ്രസാദം ഈ പാർട്ടികൾക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്കത് കിട്ടുമ്പോൾ ഒരു ആത്മസംതൃപ്തിയാണല്ലോ. നമുക്ക് ആ പ്രസാദം കിട്ടുമ്പോൾ നമുക്കതൊരു മനസ്സിനൊരു വളരെ സന്തോഷമാണല്ലോ ആ പ്രസാദം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന്. അപ്പോൾ അതാണ്, അങ്ങനെ പ്രസാദം അയച്ചു കൊടുക്കും. പിന്നെ ഭൂമി പൂജ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചില ഭൂമി വിറ്റ് പോകാൻ വേണ്ടിയിട്ട്, ഭൂമി കേസ് ആസ്പദമായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട് കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അനുകൂല വിധി വരാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ ഭൂമി ഇരിക്കുന്ന ഭൂമിയിൽ നമ്മളറിയില്ല, ഒരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമിയിൽ വലിയ ദോഷങ്ങളുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വല്ല ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഭൂമി പൂജ കഴിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തന്നെ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? ഏകദേശം കേരളത്തിൻ്റെ മധ്യത്തിലായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പരശുരാമ പ്രതിഷ്ഠയായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, പ്രതിഷ്ഠയൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ഇവിടെ പരശുരാമ പ്രതിഷ്ഠയായിട്ടാണെന്നാണ് പറയുന്നത്. ഈ അഭീഷ്ട സിദ്ധി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അനുഭവങ്ങൾ കുറേ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ അന്യനാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ ഭൂമി പൂജ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട്, കേസും കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ ഉള്ളതിനൊക്കെ ഐശ്വര്യ പൂജയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെത്തെ പൂജ എന്ന് പറയാൻ അഭീഷ്ട വരദാന പൂജ. അത് മന്ത്ലി എല്ലാ മാസത്തിലും ആ നാളിൻ്റെ അന്ന് ചെയ്ത് ഒരു വർഷം ചെയ്യുന്നൊരു പൂജയാണ്. അത് ഇവിടെ ചെയ്യുന്നുണ്ട്. സാരസ്വ സൂക്തം അതുമുണ്ട് ഇതിന് ചെയ്യുന്നുണ്ട്. അത് വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള
വിദ്യാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ചിലപ്പോൾ ഓരോ എക്സാമുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് ഇവിടെ സ്ഥിരമായിട്ടൊരു വഴിപാട് നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ വിദ്യാദേവി എന്നുള്ള കണക്കിൽ ഭഗവതിക്ക് ഒരു വർഷത്തേക്ക് സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി ചെയ്യും. എന്നുവെച്ചാൽ മാസത്തിൽ നമ്മൾ ആ 4 അന്ന് ചെയ്യണം. അങ്ങനെ ഈ 12 മാസം തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് ഈ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. പിന്നെ ശിവന് സാധാരണത്തെ പോലെ തന്നെ ശിവന് ധാര പുഷ്പാഞ്ജലി, പിൻവിളക്ക്, നെയ്വിളക്ക്, ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പന് ശനീശ്വര മന്ത്രപുഷ്പാഞ്ജലി, നീരാഞ്ജനം, അയ്യപ്പന് ചുറ്റുവിളക്ക്, ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത്. പ്രധാന ഉത്സവങ്ങൾ എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ? ഉത്സവം എന്ന് പറഞ്ഞാൽ അത് വരാഹ ജയന്തിയാണ് ഉള്ളത്. ഉത്സവം വെച്ചാൽ വരാഹ ജയന്തി, കുളത്തിലൊരുക്കി വരുന്ന വരാഹ ജയന്തിയുടെ അന്ന് വരുന്നതാണത്. ഏകദേശം അത് ഏപ്രിൽ മാസത്തിലൊക്കെ ആയിട്ടാണ് വരിക. അത് ഓരോ കൊല്ലത്തിലും കയറ്റിറക്കം ഉണ്ടാവും, മാള് കയറ്റിറക്കമനുസരിച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ വരാഹ ജയന്തിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അന്നത്തെ ദിവസം പ്രത്യേക അതെന്ന് വെച്ചാൽ ഈ വരാഹ ജയന്തിയുടെ എന്നാ വരുന്നത് ആ ഡേറ്റിൻ്റെ ഒരു 7 ദിവസം മുന്നേയിട്ട് ഇവിടെ സപ്താഹം. അപ്പോൾ വരാഹ ജയന്തി മഹോത്സവം എന്ന് പറഞ്ഞിട്ടാണ്. ഉത്സവം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഉത്സവം എന്ന് പറയണമെങ്കിൽ കൊടിമരമൊക്കെ വേണം. അതങ്ങനെയല്ല, ഇത് ഉത്സവമായിട്ട് നടത്തുക അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ വരാഹ ജയന്തിയുടെ തൊട്ടൊരു 7 ദിവസം മുന്നേ തലേ ദിവസമായിട്ട് സപ്താഹം കഴിയും. സപ്താഹം വായന സ്ഥിരമുണ്ട്, അത് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അത് പലയൊക്കെ പ്രഗത്ഭന്മാരും ഇവിടെ വന്ന് നടത്തിയിട്ടുണ്ട്. വെൺമണി അങ്ങനെയുള്ള പഴയതായിട്ടുള്ള പഴയ ആൾക്കാരും വന്ന് ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 8ാം ദിവസം വരാഹ ജയന്തിയാണ്. അപ്പോൾ തലേ ദിവസമായിട്ട് സപ്താഹം കഴിയും, പിറ്റേ ദിവസം വരാഹ ജയന്തി. അങ്ങനെയാണ് 8 ദിവസത്തായിട്ടൊരു ഉത്സവമാതിരി അങ്ങനെ നടത്തുകയാണ്. ശരിക്കും ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിക്കും കൊടിയേറ്റം, ആറാട്ടമൊക്കെ വേണ്ടേ, ആനായെഴുന്നള്ളിപ്പ്, തടമ്പ് കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതൊന്നുമില്ല. പക്ഷേ ഈ വരാഹ ജയന്തി അന്ന് ഒരു എഴുന്നള്ളിപ്പുണ്ട്, മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തെ പൂജാവിധികളൊക്കെ എങ്ങനെയാണ്? ഓരോ ദിവസത്തെ പൂജ എന്ന് വെച്ചാൽ സാധാരണ ഒരു ദിവസത്തെ പൂജ എന്ന കാലത്ത് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലനിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ. ഈ ഉച്ചപൂജയോട് കൂടിയിട്ടാണ് ഈ അഭീഷ്ടസിദ്ധി പൂജയൊക്കെ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യ പൂജ രാവിലത്തെ പൂജയ്ക്കാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. ഉച്ചപൂജയോട് കൂടിയിട്ടാണ്. പിന്നെ ഈ ഭൂമി പൂജ 2 സമയമുണ്ട്. ഒരു 8:30 ആകുമ്പോൾ രാവിലത്തെ ഒരു പൂജ, 8:45 ഭൂമി പൂജ തുടങ്ങും. ഒരു 9 മണിയാകുമ്പോൾ മണ്ണ് തിരിച്ചു കൊടുക്കും. അതുപോലെ ഉച്ചപൂജയുടെ മുന്നേ ആയിട്ട് ഒരു 9:30, 9:45 രണ്ടാമത്തെ ഭൂമി പൂജ തുടങ്ങും. അത് 10 മണിയോട് കൂടിയിട്ട് മണ്ണ് തിരിച്ചു കൊടുക്കും. പിന്നെ 10, 10:30 കൂടിയിട്ട് ഉച്ചപൂജ തുടങ്ങുകയാണ്. അതാണ് അഭീഷ്ടസിദ്ധി പൂജ എന്ന് പറഞ്ഞത്. അതൊരു 11 മണിയോട് കൂടിയിട്ടാണ് ആ പൂജ കഴിയുക. അങ്ങനെയാണ് ആ പൂജയുടെ സിസ്റ്റങ്ങൾ. രാവിലെ ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, 3 പൂജയായിട്ട് ത്രികാല പൂജയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പുറത്ത് ലക്ഷ്മീനാരായണ പൂജയുണ്ട്. അത് മംഗല്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ലക്ഷ്മീനാരായണ നടക്കിൽ ചെയ്യുന്ന പൂജയാണ്. അത് 3 പ്രാവശ്യമായിട്ട് ചെയ്യും. അതാണ് മംഗല്യ പൂജ എന്ന് പറയുന്നത്. പിന്നെ വൈഷ്ണവമായിട്ട് ചിലർ വ്യാഴം പറഞ്ഞു നിൽക്കേണ്ട, വൈഷ്ണവമായിട്ട് വിഷ്ണുവിനൊരു പൂജ വേണം, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്യും. ലക്ഷ്മീനാരായണ പൂജ ഒരു വട്ടം ചെയ്യും. അത് വിഷ്ണുവിന് പൂജ കഴിക്കുക എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ അങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഇത്. ഒരുപാട് ദേവന്മാർ ഇവിടെ ദേവന്മാർ എന്താണ്, അത്രയും ദേവന്മാർ ഇവിടെ ഒരു എന്താ പറയുക, ഒരു 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 എന്താ പറയേണ്ടത്, ദേവന്മാരെല്ലാം കൂടി ഇറങ്ങിയിട്ടുള്ളൊരു ഇതാണ് ഇവിടെ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ തൊഴേണ്ട രീതികൾ? നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രധാന ദേവരെ തൊഴുന്നു. കാലത്ത് തൊഴുത് കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് പുറത്തെല്ലാ ഉപദേവന്മാരെല്ലാം, ഉപദേവന്മാരെന്ന് പറയാൻ പറ്റില്ല, ഒക്കെ മെയിൻ ദേവന്മാരായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും പോയി തൊഴുത് വന്ന് തിരിച്ചു വരാമർത്തിനെ തൊഴുത് തിരിച്ചങ്ങ് പോകും. ശിവനും അതേപോലെ പ്രാധാന്യം തന്നെയാണ്, തുല്യ പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശിവരാത്രി ശിവരാത്രിക്കൊക്കെ ഇവിടെ പിന്നെ പരിപാടി വെച്ചാൽ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമായിട്ടൊന്നുമില്ലെങ്കിലും പിന്നെ താന്ത്രിക വിധികൾ ഓരോന്നുണ്ടാവാറുണ്ട്. നവകം, പഞ്ചവ്യം, കലശപൂജ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആയിട്ടുണ്ടാവും. ക്ഷേത്രത്തിൽ നമ്മൾ പുറത്ത് തൊഴുമ്പോൾ വലം വെക്കുമ്പോൾ ആരെയാണ് ആദ്യം വലം വെക്കുന്നത്? ആദ്യം നമ്മൾ അകത്ത് തൊഴുത് കഴിഞ്ഞാൽ നേരെ സുബ്രഹ്മണ്യൻ്റെ അവിടെ വരും. സുബ്രഹ്മണ്യൻ്റെ അവിടെ വന്ന് ശിവൻ്റെ അവിടെ തൊഴുത്, ശിവൻ്റെ ഉള്ളിൽ തന്നെ ഗണപതി ഉണ്ട്. എന്താണ്, അവനെ ഗണപതിയെ തൊഴുത് കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വന്ന് ഭഗവതരെ അവിടെ തൊഴും. ഭഗവതരെ അവിടെയുണ്ട് ഗണപതി, അവിടെയും തൊഴുത് അങ്ങനെ കൂത്തമ്പലം അങ്ങനെ പോയി അയ്യപ്പൻ്റെ അവിടെ തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്നിട്ട് തിരിച്ചിവിടെ തന്നെ വന്ന് തൊഴുത് തിരിച്ചു മടങ്ങി പോകാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വരാഹമൂർത്തിയുടെ ഇടത്തെ തുടയിൽ ഭൂമിദേവിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണോ ഇവിടെ ഭൂമി പൂജയ്ക്ക് ഇവിടെ ഭൂമിദേവി സമേതനായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഭൂമി പൂജയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വേറെ എവിടെ ഇപ്പോൾ ഈ ഭൂമി പൂജകളുണ്ടാവും. അമ്പലങ്ങൾ പൂജ വയ്ക്കുന്ന അമ്പലങ്ങളോത്തോളം തുർപ്പംകൂട, തുപ്പുണിത്ര ഭാഗത്തൊക്കെ ഉണ്ടാവും. അവിടെ ഭൂമി പൂജയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ആധികാരികമായി ശരിക്കും ഇവിടെയാണ് ശരിക്കും ആ ഭൂമിയുടെ ഒരു ഇത്
പറയണത്. വേറെ എവിടെയില്ല. അനുഭവങ്ങളൊക്കെ ആരെങ്കിലും അങ്ങ് അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടോ? എത്രയോ ആൾക്കാർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഭക്തർക്ക് വേണ്ടി ഒരെണ്ണം. ഭക്തർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന 3-4 ആൾക്കാർ അവരുടെ കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞ് അവരിവിടെ ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുക, അരി സാധനങ്ങൾ എത്തിച്ചു തരിക, ഇവിടേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ അവർ തരും. അങ്ങനെയൊക്കെയുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. എന്ന് പറയാം. നാട്ടിലും അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഗണപതി വിഗ്രഹം തന്നെ 3 എണ്ണം. അത് എന്താ വെച്ചാൽ ഒന്ന് ഇവിടെ വരാമത്തിലുള്ളൊരു ഗണപതി ഉണ്ട്. അത് ശരിക്ക് കന്നിമൂലയല്ല. അതെന്താ വെച്ചാൽ മാതംകൂത്ത് മനക്കൽ നമ്പൂതിരി അവർ ഉപാസിച്ചു അങ്ങനെ ഗണപതി അവിടെ ഇതാക്കി എന്നാണ് പറയുന്നത്. മാങ്കോത്തെ ഗണപതി എന്നാണ് അതിനൊരു പറയലുണ്ട് സാധാരണ. വെച്ചാൽ അവരത് ഉപാസിച്ച് അങ്ങനെയാണ് ആ ഗണപതി അവിടെ ഇതായി എന്നാണ് പറയുന്നത്. ബാക്കി 2 വിഗ്രഹങ്ങൾ സാധാരണ പോലെ ഇതായിട്ടുള്ള കന്നിമൂലയിൽ ഗണപതി ഇതായിട്ടുള്ള ശിവന്റെ അമ്പലത്തിലുണ്ട്, കന്നിമൂല ഗണപതിയുടേതുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലെ മുഴുക്കോലും ഉള്ളിയും കണ്ടു നമ്മുടെ പെരുന്തച്ഛന്റെ. അതുമായിട്ടുള്ള ഒരു കഥ പങ്കുവെക്കാം. വെച്ചാൽ പെരുന്തച്ഛൻ മകനെ ഉളിയെറിഞ്ഞു അങ്ങനെതായി മരിച്ചു എന്നുള്ള ആ ഒരു വിഷമത്താലൊക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ ഓരോ തീർത്ഥാടനമാരി ഓരോ അമ്പലങ്ങളായിട്ട് അങ്ങനെ ചുറ്റിയും കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പന്തീര് ഈ അമ്പലത്തിലും വന്നു. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം നേരെ വന്ന് നോക്കുമ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്. ശ്രീകോവിലിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ അവർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ആരും ഒന്നും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ നമ്മൾ അതിഥി ദൈവോവ എന്ന് പറയുന്നത്, നമ്മൾ അധികം അറിയാത്ത ഒരാൾ നമ്മൾ പൊതുവെ ആൾ വരുന്ന സമയത്ത് നമ്മളവരെ നമ്മൾ ഏതാണെന്ന് ചോദിക്കാൻ ജസ്റ്റ് ഒരു മര്യാദ പോലും ഉണ്ടായില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം തൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മളൊരു അതിഥികളെ നമ്മളൊരു മാനിക്കുക എന്നുള്ളൊരു പരിചയത്തൊരാളെ കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ എവിടുന്നാണ് വരുന്നതെന്ന് ജസ്റ്റ് മര്യാദ ചോദിക്കുമല്ലോ, അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അങ്ങനെ അദ്ദേഹം ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പകൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പണി പോയ സമയത്ത് ഇവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് ഇവരെ ഈ ലൈനിട്ട് ഓരോ അളവ് വെച്ചാൽ ലൈനിട്ട് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു കൂടത്തിൽ ഈ കഴുക്കോലുകളെല്ലാം മൊത്തം ഒരു കൂടത്തിൽ കൂടണം. അത് ഏച്ചുകൂട്ടാൻ പാടില്ല. ബ്രഹ്മാലയും ദേവാലയവും ആണെങ്കിലും അത് ഏച്ചുകൂട്ടാൻ പാടില്ല. പറയാറില്ല, ഏച്ചുകൂട്ടിയാൽ മുളച്ചിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ദേവാലയം ബ്രഹ്മാലയം അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹം ഇവർ ലൈനൊക്കെ ഇട്ടതിൻ്റെ അവിടെ ഇദ്ദേഹം ഒരു ലൈനിട്ട് പോയി. ഇവർ ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ആദ്യം അവർ ഈ മരം കൂട്ടി കഴുക്കൂലുകളൊക്കെ കൂട്ടി ഒരു കൂടത്തിൽ ഒതുക്കണമല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ലൈൻ പ്രകാരം കൂട്ടിയത്, ഇവർ അളന്നിട്ട പ്രകാരമല്ല. അപ്പോൾ ഇവരെ പണിയിലുള്ള ശ്രദ്ധ എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു നോക്കിയതാണ്. പക്ഷെ പരീക്ഷിച്ചതാണ്. അപ്പോൾ അതിലവർ അശ്രദ്ധ പറ്റിയെന്നുള്ളതിന് തെളിവാണല്ലോ അത്. അപ്പോൾ അവരങ്ങനെ നോക്കി നോക്കുമ്പോൾ ഈ കൂടത്തിൽ ഈ കഴുക്കൂലുകളെല്ലാം കൂടുന്നില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നാൽ അത് കൂടും, പക്ഷേ ഇത് കൂടണില്ല. മുറിക്കാനും പറ്റില്ല. ഏച്ചൂട്ടിയാൽ മുളച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏച്ചൂട്ടാനും പാടില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നില്ല, അവരാകെ എന്താ ചെയ്യുന്നുള്ള അവസ്ഥയിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ ആ പണി അവർ തൽക്കാലം അവിടെ നിർത്തിപ്പോയി. അങ്ങനെ ഒരു രാത്രി ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മേട്ടം കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ഇതെന്താ അത് ശബ്ദം കേൾക്കുന്നതെന്ന് വിചാരിച്ച് അവർ വന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ പകൽ കണ്ട ഈ പ്രാകൃതനായിട്ടുള്ള അദ്ദേഹം എന്ന് വെച്ചാൽ പെരുന്തച്ഛൻ ശ്രീകോവിലിൻ്റെ മുകളിലിരുന്ന് ഒറ്റ രാത്രി കൊണ്ട് ആ ശ്രീകോവിൽ കൂട്ടിയെന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ശ്രീകോവിൽ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും പണി ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് പണി നിൽക്കുക എന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവർക്കൊന്നും പിന്നെ പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഷ്ടാംഗം കാക്കിൽ വീണ് നമസ്കരിക്കുകയാണ്. അങ്ങ് ആരാന്നറിയാതെയാണ് ഞങ്ങൾ ആ വേഗം പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ ഒരു എന്താണ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു അനുഗ്രഹം കൊടുക്കുക എന്നാണ് പറയുന്നത്. വെച്ചാൽ പന്നിയൂരമ്പലം എന്നും നിങ്ങൾക്ക് പണി ഉണ്ടാവട്ടെ എന്നുള്ളത്. ഇന്നും പണി എടുക്കുന്നുണ്ട്. ഇന്നും അത് പണി മുഴുവനായിട്ടില്ല. അതുണ്ടോ കൂത്തമ്പലം അത് അങ്ങനെ കിടക്കണം. ശിവൻ്റെ അമ്പലത്തിൽ 4 പുറത്ത് ഇതേമാതിരി തന്നെ അവിടെയും 4 ചുറ്റമ്പലം ഒക്കെ വരണം. അപ്പോൾ അവിടെ മുഴുവൻ ആയിട്ടില്ല. പണികൾ ധാരാളം കിടക്കുന്നത്. അതേമാതിരി പ്രദക്ഷിണ വരി ഒക്കെ വരാമെന്നുണ്ട്. ഇന്നും പണിയുണ്ട്. അതാണ് നമുക്കൊരു വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത്. ആശാരിമാര് അളവെടുക്കാനായിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർ എത്താറുണ്ട്. ഓരോരുത്തർ വന്നിട്ട് ഈ അളവെടുത്ത് പോകും. അളവെടുക്കാൻ വേണ്ടി അവർ ഈ ചിലർ ടാപ്പായിട്ട് വരും, ചിലർ ഓലയിട്ട് വരും, ഒരാളിൽ നിന്ന് അളവെടുത്ത് പോകും. അങ്ങനെയൊക്കെ വന്ന് നോക്കിയെടുത്ത് പോവാറുണ്ട്. നരേന്ദ്രമോദി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വഴിപാട് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്. അഭീഷ്ട സിദ്ധി പൂജ എന്ന് പറയും.
അത് കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. വരാമൂർത്തി, അനിയുടെ നക്ഷത്രം, വരാമൂർത്തി, മോദിയുടെ. ഇവിടെ വന്ന് ഇല്ല, നരേന്ദ്രമോദി ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ അംഗങ്ങൾ ആയിട്ടുള്ള ആൾക്കാർ, വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇപ്പോൾ കോയമ്പത്തൂരിൽ ഒരു ആസ്ട്രോളജറായിട്ടുള്ള ഒരാൾ അദ്ദേഹം വന്നിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ ഇതിൽ തന്നെ ഇതായിട്ട് സുരേഷ് ഗോപി ഈ ദിവസം ഒരു ദിവസം അത് വരാമൂർത്തി ഇങ്ങോട്ട് മോദീനെ ക്ഷണിക്കുന്നതാണെന്ന് പറഞ്ഞു. അന്ന് വഴിപാട് കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് തിരുമേനിയായിരുന്നു പൂജാകർമ്മങ്ങൾ. ഞാനായിരുന്നു. എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ ആയിട്ട് 96 മുതൽക്കുണ്ട്. 96 മുതലുണ്ട്. ഒരു 30 കൊല്ലമായി ഞാൻ ഇവിടെ ആയിട്ട്. ഇവിടെ തന്നെയാണ്. 30 കൊല്ലമായി. ഇതിനു മുന്നേ ഞാൻ എന്താണ് തൃപ്പയാറാം ഭാഗത്തുണ്ടായിരുന്നു. വ്യക്തിപരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതൊന്ന് പങ്കുവെക്കാം. എനിക്ക് പല അനുഭവങ്ങളിലും നമുക്ക് പല ആപത്തുകളും പലത് വന്നിട്ടും സമയത്തൊക്കെ ഭഗവാൻ എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പല സംഭവങ്ങളിലും ഇതേമാതിരി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്ഥലബന്ധമായ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ വിജയിച്ചു. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അത് വെച്ചാൽ ഭഗവാന്റെ ആ പാദത്തിൽ സേവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 30 വർഷമായി. ഞാൻ എൻ്റേതായ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു എൻജോയ് ചെയ്തുള്ള ഒരു ഇത് പുറത്തേക്ക് പോകുക അങ്ങനെയുള്ള എൻ്റെ ജീവിതകാലം അധികം വരാമൂർത്തിയുടെ ഈ അമ്പലത്തിൽ ഭഗവാന്റെ കാക്കിലാണ് ഉണ്ടായിരുന്നത്. 2 വിഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പൊ രണ്ടുപേർക്കും 2 തരത്തിലുള്ള പൂജകളാണ്. നിവേദ്യാദികളുണ്ട്. നിവേദ്യ പൂജയുണ്ട്. ഭൂമി ദേവിക്കും വേറെയുണ്ട്, വരാമൂർത്തിക്കും ഇതുണ്ട്. രാവിലെ പൂജ സമയത്ത് 2 പൂജ സമയത്തും ഭൂമി ദേവിക്കും നേദ്യമുണ്ട്. ഒപ്പം ഇഷ്ടപ്പെട്ട നിവേദ്യം അങ്ങനെ ഇഷ്ടപ്പെട്ട നിവേദ്യം ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറഞ്ഞാൽ ത്രിമധുരം വളരെ പ്രാധാന്യം പറയുന്നുണ്ട് ഭഗവാൻ. ഭൂമി ദേവിക്ക് എന്താണ് സാധാരണ പായസം, ശർക്കര പായസം, നെയ് പായസം, അതാണ്. പിന്നെ വരാമൂർത്തിക്കും പഞ്ചാര പായസം, അതൊക്കെ തന്നെയാണ് അതിൽ. ഈ ത്രിമധുരം കുറച്ച് കൂടുതൽ പ്രാധാന്യം പറയുന്നുണ്ട്. ഭൂമി സംബന്ധമായ കേസുകളിൽ പ്രശ്നങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോർട്ടിലെ കേസ് അനുകൂലമായിട്ട് വിധി വരാൻ, പാർട്ടീഷൻ കഴിയാൻ വേണ്ടിയിട്ട്, മണ്ണ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്, ഭൂമിയിൽ നിന്ന് ഇപ്പം നമുക്ക് വിറ്റ് കുറേ കാലങ്ങളായിട്ട് പണി നടക്കാതെ ഇരിക്കുന്ന വീട് പണി നടക്കാതെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അത് നടന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ഒരു വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം ഭൂമി പൂജ കഴിക്കും. വന്നിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഭൂമി പൂജ കഴിച്ചാൽ മണ്ണ് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടാണ് നമ്മൾ ഭൂമി പൂജ ചെയ്യുന്നത്. ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെയ്യുന്നത് ത്രികാല പൂജയാണ്. ഭഗവാൻ ത്രികാല പൂജ കഴിക്കുക, അഭീഷ്ടസിദ്ധി, ഇത് രണ്ടുമാണ് അവിടെ സാധാരണ കഴിക്കുന്നത്. നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ചെയ്യും. പിന്നെ നമ്മളെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മളെ കഴിവിനനുസരിച്ച് ഇങ്ങനെ അന്നദാനത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുക. അതൊരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു നിർബന്ധമായിട്ടൊരു ഒരുപാടായിട്ടല്ല നടത്തുന്നത്. അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു അത്രയേ ഉള്ളൂ. ഒരു ഭക്തന് ഭൂമി പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്രമങ്ങൾ? ക്രമം വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നിന്ന് മുകളിലത്തെ മണ്ണ് മാറ്റി താഴെയുള്ള മണ്ണ്, അടിയിലുള്ള മണ്ണ് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റെസീറ്റാക്കും, ഭൂമി പൂജ റെസീറ്റാക്കും. എന്നിട്ട് അത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരുണ്ടാവും, അവർ വന്ന് അത് കവറിലാക്കി ഭക്തരുടെ കയ്യിൽ തന്നെ കൊടുക്കും. അവരത് പ്രാർത്ഥിച്ച് ഭൂമി പൂജ ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി അത് പ്രാർത്ഥിച്ച് വെക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ നടക്കിൽ വന്നു കഴിഞ്ഞാൽ ഭൂമി എന്നുള്ള സങ്കല്പത്തിൽ ഗോളക നമ്മൾ ഭഗവാന്റെ നടക്കിൽ പ്രാർത്ഥിക്കും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിറ്റുപോവേ, ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരാനോ, അല്ലെങ്കിൽ കോർട്ടിലെ കേസുകൾ അനുകൂലം വരാനോ, എന്താണെന്ന് വെച്ചാൽ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തീർത്ത് തരാമെന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അവിടുന്ന് ഈ ഗോളക ഭഗവാന്റെ മുന്നിൽ അവിടെ ഒരു തളികയുണ്ട്, ആ തളികയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുക. അത് ശാന്തിക്കാർ വന്ന് അത് അകത്തേക്ക് കൊണ്ടുപോയി അത് അവിടെ ഭഗവാന്റെ കാക്കിൽ സമർപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. പിന്നെ ഈ മണ്ണ് പൂജിച്ച് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്തു കഴിഞ്ഞ മണ്ണ് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് 4 മൂലയിലും സ്ഥാപിക്കുക. ബാക്കി ഉള്ള മണ്ണ് എല്ലാ ദിക്കിലേക്കും വിട്ടുകൊടുക്കുകയും ചെയ്യാം. വെച്ചാൽ ഈ 4 മൂലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 അതിർത്തിയായി സ്ഥലത്തിൻ്റെ ചില എല്ലാവർക്കും ചിലപ്പോൾ 4 അതിർത്തി ഒരേമാതിരി ആവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മണ്ണ് എടുത്തതെങ്കിൽ ആ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ഥാപിക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പൂജിച്ച മണ്ണ് ഈ ഭൂമിയായിട്ടൊരു ബന്ധം വരാം. അപ്പോഴാണ് നമ്മളിവിടെ പൂജിച്ച മണ്ണ് ആ ഭൂമിയിൽ ചെന്ന് അതിൽ ലയിക്കുമ്പോഴാണ് നമ്മൾ ആ ഉദ്ദേശിച്ച പൂർണ്ണതയിൽ എത്തുള്ളൂ. അതാണ് ആ ഒരു ഭൂമി പൂജയുടെ പ്രാധാന്യം കൂടി ഇവിടെ. ക്ഷേത്രത്തിനടുത്ത് നമ്മളൊരു ചിറ കണ്ടു. ഉണ്ട്, പന്നിയൂർ തുറ.
തുറ. പറയും. ഈ തുറയ്ക്ക് എന്താണ് ക്ഷേത്രവുമായിട്ടുള്ള ഐതിഹ്യം? ക്ഷേത്രമായി എന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ശുഭപുരം, പന്നിയൂർ ഗ്രാമം, ശുഭപുരം, വിരിഞ്ഞാലക്കുട, പെരുമന ഗ്രാമം, അങ്ങനെ ഗ്രാമക്കാർ പണ്ട് കാലത്ത് വേദപാണ്ഡിത്യങ്ങളെ കൊണ്ടും തമ്മിൽ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് ആൾക്കാർ ഈ വിദേശത്തുള്ള ബ്രാഹ്മിൻസിന് വരാൻ വേണ്ടി, കുറച്ച് വെച്ചാൽ ഒരു വിദേശി ബ്രാഹ്മിൻസ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ തേജസ് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് കുറച്ച് ആൾക്കാർ, ഇതിൽ ചില ആൾക്കാർ കൂടിയിട്ട്, ഉള്ള ഗ്രാമക്കാരൊന്നും അറിയില്ല കൊണ്ട് അങ്ങനെ അതായിട്ട് കുറച്ച് ആൾക്കാരെ കൂടി ഈ ദുഷ്കർമ്മങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, തേജസ് കുറയ്ക്കുക എന്നുള്ളത്, അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഒരു ചരിത്രം പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സഹിച്ചില്ല ഭഗവാൻ അത് സഹിച്ചില്ല അവരെ ഈ ദുഷ്കർമ്മങ്ങൾ കണ്ടപ്പോൾ. അപ്പോൾ തൽക്കാലം ഭഗവാന് ദേഷ്യം സഹിക്കുക വയ്യാതെ അങ്ങനെ ഒന്ന് മാറി എന്നാണ് പറയുന്നത് അവിടുന്ന്. അപ്പോൾ അന്ന് തൽക്കാലം ഒന്ന് മാറി നിന്നത്. അപ്പോൾ ആദ്യം കാലെടുത്ത് വെച്ച സ്ഥലമാണ് ഈ കുണ്ടിൽ വരാഹം. അതാണ് അവിടെ സ്വയംഭൂവായിട്ട് ഇതായിട്ടുള്ളത്. രണ്ടാമത് ഈ തുറയായിട്ട് ബന്ധം എന്ന് വെച്ചാൽ പിന്നെ വെച്ചത് തുറയിലാണ്. തുറയിൽ നിന്ന് അങ്ങനെ ആ ദേഷ്യം സഹിക്കുക വയ്യാതെ വരാമൂർത്തി തൻ്റെ തേറ്റ കൊണ്ട് മണ്ണ് എടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കുന്നാണ് തുറയാറ്റും കുന്ന് എന്നാണ്. തുറയിൽ നിന്നാണത്, തുറയാറ്റും കുന്ന്, തുറയിൽ നിന്ന് എടുത്തെറിഞ്ഞ മണ്ണ്. അതാണ് തുറയാറ്റും കുന്ന് എന്നുള്ള പേരിൽ പിന്നെ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ആ തുറയുടെ ഒരു ഭാഗം ഉണ്ടായത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗമാണോ തുറ? ഇന്ന് ക്ഷേത്രത്തിൻ്റെ എന്ന് പറയാൻ വയ്യ, അതിപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായത്. ഇവിടെ ഒരു യക്ഷി സാന്നിധ്യം, അത് പണ്ട് ഇങ്ങനെ യക്ഷിയുടെ ഒരു ഇതുണ്ടായിട്ട് അങ്ങനെ ഒരു തൂണിൽ യക്ഷീനെ ബന്ധിച്ചു എന്നാണ് പറയുന്നത്. യക്ഷിയുടെ വിഹാരം ഉണ്ടായി, അത് തൂണിൽ ബന്ധിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ അവിടെ അവിടെ നിവേദ്യമുണ്ട്. ഒരു മർക്കല നിവേദ്യമായിട്ടുണ്ട്. വേറെ മണിയട്ടി പൂജ അങ്ങനെയുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഒരു നിവേദ്യം മാത്രം. ഒരുപാട് ഭക്തരാണ് ഓരോ ദിവസവും നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അവരെ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ടെന്ന് വന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്തൻ പങ്കുവെച്ച അനുഭവം ഒന്ന് പങ്കുവെക്കാവോ നമ്മുടെ ക്ഷേത്രം? തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് വന്നൊരു ടീം ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ അവർ കുറേ കാലങ്ങളായിട്ട് കോർട്ടിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നടക്കുകയായിരുന്നു. അനുകൂലം വന്നിരുന്നില്ല. അവരിവിടെ വന്ന് ആ പൂജയൊക്കെ കഴിച്ചു പോയി. ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അവർ ആ വിധി അവർക്ക് അനുകൂലമായി വന്നു. അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവർ ആ പാർട്ടികൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അവർ ആ പാർട്ടി അനുകൂലമായി വന്നു. എന്നിട്ട് അന്ന് അവർ കുറേ സാധനങ്ങൾ, അരി സാധനങ്ങൾ അതൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വരലൊക്കെ ഉണ്ടായി. കർപ്പൂരം, അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ എണ്ണ, അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അത് സന്തോഷം അവർ പ്രകടിപ്പിച്ചു. അവർ അത് വെച്ചാൽ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് വയണമാതിരി അവർ വന്നിട്ട് ഓരോന്ന് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ ഇതേമാതിരി വരുന്നവരുണ്ട്. അവർ വന്നിട്ട് അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരെ ചരിത്രങ്ങൾ ഓരോരുത്തർ അന്വേഷിച്ച് കഴിഞ്ഞാലും അറിയാൻ പറ്റും അനുഭവങ്ങളാണ്. എത്രയോ അനുഭവങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ ഭക്തർക്ക് ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ ഇങ്ങനെ കോയമ്പത്തൂർ നേരെ പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള റൂട്ട്. എത്ര വർഷമായി ഇവിടെ മേൽശാന്തിയായിട്ട്? 5-8 കൊല്ലമായി. ഇവിടെ ഏത് വഴിപാടുകൾക്കാണ് കൂടുതൽ ഭക്തർ വരുന്നത്? ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങൾക്കും, നിർമ്മാണം, വിൽപ്പന, കേസ്, ഇനി അതൊന്നും ഇല്ലെങ്കിൽ അവനവൻ താമസിക്കുന്ന ഭൂമി ഒന്ന് ശുദ്ധമാക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഭൂമി പൂജ കഴിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട്. അതിൻ്റെ കൂടെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഐശ്വര്യപൂജ ഉണ്ട്. അതേമാതിരി അഭീഷ്ടസിദ്ധി പൂജ ഉണ്ട്. ഐശ്വര്യപൂജ എന്ന് പറയുന്നത് പിറന്നാൾ ദിവസം, അവനവൻ്റെ പിറന്നാൾ ദിവസം കഴിക്കുന്ന വഴിപാടാണ്. അതേമാതിരി അഭീഷ്ടസിദ്ധി പൂജ എല്ലാ ദിവസവും രാവിലെയുണ്ട്, വൈകുന്നേരമുണ്ട്. അവനവൻ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ അത് സാധിക്കുവാൻ, എല്ലാവിധ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന വഴിപാടാണ് അഭീഷ്ടസിദ്ധി പൂജ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. വരാഹമൂർത്തിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ലക്ഷ്മീനാരായണന് ഈ വരാഹമൂർത്തിയുടെ അതേമാതിരി തന്നെ പ്രാധാന്യമുള്ള ഒരു ദേവനാണ് ലക്ഷ്മീനാരായണൻ. ലക്ഷ്മീനാരായണന് ഈ രുക്മിണി സ്വയംവര പൂജ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ, അതും വളരെ വിശേഷമായിട്ടുള്ളതാണ്. കാരണം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും മംഗല്യ തടസ്സങ്ങൾ നീങ്ങാനും ഒക്കെ ലക്ഷ്മീനാരായണ പൂജയും
കഴിക്കാറുണ്ട്. അയ്യപ്പന് ചുറ്റുവിളക്ക് ഇവിടെ അതിവിശേഷമാണ്. അത് എല്ലാ വർഷവും ആ മണ്ഡലക്കാലം മുഴുവൻ, ആ 10 മണ്ഡലകാലം മാത്രമല്ല മറ്റേ മകരസംക്രമം വരേക്ക് എല്ലാ ദിവസവും അയ്യപ്പന് ചുറ്റുവിളക്കും ഉണ്ടാവാറുണ്ട്. അതും ഇവിടെ വളരെ വിശേഷമാണ്. ഭഗവാന്റെ തൊട്ടടുത്ത് ഭൂമിദേവിയാണല്ലോ പ്രതിഷ്ഠ, അതുകൊണ്ടാണോ ഇവിടെ ഭൂമി പൂജയ്ക്ക് കൂടുതലായിട്ട് പ്രധാനം? അതെ, ഭൂമിദേവിയുടെ പ്രതിഷ്ഠ അത് സാധാരണ ഉള്ള മാതിരിയല്ല. ഭഗവാൻ ആ ഭൂമിദേവീനെ ആശ്ലേഷിച്ചുകൊണ്ട് തൻ്റെ സമീപത്ത് തൻ്റെ തുടയിലാണ് ഇരുത്തിയിരിക്കുന്നത്, ഇടത്തെ തുടയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റ ശിലയിലാണ്, കൃഷ്ണശിലയാണ്, ഒറ്റ ശിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂമി പൂജയ്ക്ക് ഇവിടെ വളരെ പ്രാധാന്യമുള്ളത്. മറ്റു ഉപദൈവങ്ങൾക്ക് പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടെ ഉപദൈവം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വരാഹമൂർത്തിക്കും ശിവനും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഉദയാസ്തമന പൂജ ഒരു കൊല്ലത്തിൽ ധാരാളം നടക്കാറുണ്ട്. അപ്പം അടുത്ത മാസം ആദ്യം തന്നെ ഉദയാസ്തമന പൂജ ഉണ്ട്. അപ്പം ഈ ഉദയാസ്തമന പൂജ വരാഹമൂർത്തിക്ക് എന്തൊക്കെയുണ്ടോ അതും മുഴുവൻ ശിവനുമുണ്ട്. ഉദയാസ്തമന പൂജ മാത്രമല്ല, പൂജയുടെ സംവിധാനങ്ങളിലും പിന്നെ എന്തെങ്കിലും വിശേഷമായിട്ട് വരാഹമൂർത്തിക്ക് ചെയ്യുകയാണെങ്കിൽ അതുതന്നെ ശിവനും ചെയ്യും. കാരണം തുല്യ പ്രാധാന്യമാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ വരാഹമൂർത്തിയും ശിവനും ഉപദേവൻ എന്ന് പറയാൻ പറ്റില്ല വരാഹമൂർത്തിയുടെ. അതേമാതിരി തന്നെയാണ് ഭഗവതിയും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. പരിവാര പ്രതിഷ്ഠ, വലിക്കലും മറ്റുള്ള പരിവാര പ്രതിഷ്ഠയോടുകൂടിയാണ് ഭഗവതി ഇരിക്കുന്നത്. ലക്ഷ്മി നാരായണൻ ഇതേമാതിരി തന്നെയാണ്. ഇവർക്ക് 4 പേർക്കും ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഉപദേവന്മാർ എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ ഉപദേവന്മാരായിട്ടുള്ള സുബ്രഹ്മണ്യനും ഉപദേവന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. 2-3 ഗണപതിയുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്താണ്? ഇവിടെ വരാഹ ജയന്തി എന്ന് പറഞ്ഞിട്ട് കുംഭം മീന മാസത്തിലായിട്ടാണ് വെളുത്ത പക്ഷത്തിലെ സപ്തതി ഒക്കെ ആയിട്ടാണ് വരുന്നത്. വരാഹ ജയന്തി എന്ന് പറയും. അത് വരാഹ ജയന്തി ഒരു ദിവസത്തെ ഉത്സവമേ ഉള്ളൂ. പക്ഷേ അതിനോടനുബന്ധിച്ച് ഇവിടെ സപ്താഹവും അതിൻ്റെ മുന്നായിട്ട് സപ്താഹം ആരംഭിക്കാറുണ്ട്. അങ്ങനെ 5-8 ദിവസത്തെ വളരെ ആഘോഷമായിട്ട് തന്നെയാണ് വരാഹ ജയന്തി ഇവിടെ കൊണ്ടാടാറുള്ളത്. അന്നത്തെ ദിവസം പ്രത്യേകിച്ച് വിശേഷാൽ പൂജകൾ എന്തെങ്കിലും? വിശേഷാൽ പൂജകളുണ്ട്. ജയന്തിക്ക് വരാഹമൂർത്തിക്ക് കലശാഭിഷേകം, എഴുന്നള്ളിപ്പ്, അങ്ങനത്തെ അനവധി പരിപാടികൾ ആ സമയത്ത് നടത്താറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. പാലക്കാട് ജില്ലയിലേക്ക് വരുന്ന ഭക്തരൊന്നും ഇവിടേക്ക് വരാനും മറക്കണ്ട. നമസ്കാരം.